എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ അഭയം എന്ന് പറയുന്ന ഈ ഡി അഡിക്ഷൻ സെന്ററിലാണ്. അതിൻ്റെ ഡയറക്ടർ സാറാണിത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് സാറ് ജസ്റ്റ് ഒന്ന് പറയുന്നതായിരിക്കും. ഇതുണ്ടോ, ഇതാണ് ഈ സ്ഥാപനം. നിങ്ങൾ ഈ സ്ഥാപനം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ പേര് അഭയം എന്നാണ്. ഇതിൻ്റെ അഡ്രസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ബാംഗ്ലൂരിലാണ്. ഇതിൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ് റൂം, വിസിറ്റേഴ്സ് റൂം, സ്റ്റാഫ് റൂം. ഇതെന്താ സാർ, ഇതൊന്ന് പറയാമോ? ഇത് ഞങ്ങളുടെ ആദ്യത്തെ 7 വർഷത്തിലുള്ള എല്ലാ ആൾക്കാരും അതിനകത്തുണ്ട്. വിസിറ്റേഴ്സും പിന്നെ ഇവിടെ താമസിച്ചിട്ടുള്ള ആൾക്കാരും ഞങ്ങളുടെ ആദ്യത്തെ 7 വർഷത്തിലുള്ള എല്ലാ ഇവന്റ്സും ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങളിത് കാണേണ്ടത് ഈ ആളുകളെല്ലാം ഇവിടുത്തെ സ്റ്റാഫുകളോ അല്ലെങ്കിൽ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ വന്ന് രക്ഷപ്പെട്ടു പോയ ആളുകളാണ് ഇതെല്ലാം. ഇത് കണ്ടോ, നിങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇത്രേ ആളുകളെ ഈ സാറിന്റെ മാഡവും സ്റ്റാഫുകളും ചേർന്ന്, അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആള്. ഇതല്ലേ ആദ്യത്തെ ആളാണ് ഈ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ചെറുപ്പക്കാരെയൊക്കെ നോക്കി, ഇവരുടെ കുടുംബത്തിലൊക്കെ എത്ര സന്തോഷമാണെന്ന് നോക്കി. ഇവരൊക്കെ ഈ മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, MDMA ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളായിരുന്നു. ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി അവർക്കൊക്കെ അവരുടെ മാതാപിതാക്കൾക്ക് നല്ല കുട്ടികളാക്കി തിരിച്ചു കൊടുത്തു. റൂമുണ്ട്. റൂംസിൽ ഇങ്ങനെ ബങ്ക് ബെഡ്സാ, 10 പേര് ഒരു റൂമിൽ, അങ്ങനെ 2 റൂം. പിന്നെ ഞങ്ങൾക്ക് ഒരു ജിം ഉണ്ട് അവിടെ. അകത്ത് 2 ബാത്റൂം, ഇന്ത്യനും വെസ്റ്റാണ്. ഒരു ചെറിയ കോമ്പൗണ്ടാണ്. ഇതിൻ്റെ അകത്ത് വലിയ സൗകര്യങ്ങളില്ല. അപ്പം ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓഫീസാണ്. നിങ്ങൾ നോക്കിക്കേ, ഇത് ഓഫീസാണ്. ഇത് ഞങ്ങളുടെ എൻ്റെ ഓഫീസായത്. ഇത് ഈ സാറിൻ്റെ ഓഫീസാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടോ, ഇവിടെ വലിയ സംവിധാനങ്ങളൊന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ആളുകളൊക്കെ ഈ സ്ഥാപനത്തെക്കുറിച്ചൊന്ന് അറിയുകയും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം. ഇതുകൊണ്ടോ ഇവിടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ ഒരു അഭയം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇവിടെ വരാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് പല ആളുകൾക്കും അതുകൊണ്ട് വലിയ പ്രയോജനങ്ങളുണ്ടാകും. അപ്പോൾ ഇന്ന് ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇതിൻ്റെ ആരംഭത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ കടന്നു വന്നത്. സാറേ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായിട്ട് സാറിനെ സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം, വളരെ തിരക്കുണ്ടെന്ന് എനിക്കറിയാം, വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുള്ള വളരെയധികം നന്ദി അറിയിക്കുന്നു. സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. അതോടൊപ്പം തന്നെ എത്ര വർഷമായിട്ട് ഈ ബാംഗ്ലൂരിൽ സെറ്റിലാണ്, അതും കൂടെ ഒന്ന് പറയണം. പിന്നെ സാറിനെ സംബന്ധിച്ച് മലയാളം അത്ര കംഫർട്ടബിൾ അല്ല, കാരണം വളരെ ദീർഘനാളുകളായിട്ട് ഇവിടെ ആയിരിക്കുന്നു. അതിനെക്കുറിച്ചും സാറിന് പറയാം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? ഹലോ, എൻ്റെ പേര് ആൽബർട്ട്. ഞാൻ ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരാണ്. 2nd ജനറേഷൻ ബാംഗ്ലൂർ. എൻ്റെ ഫാദറും ജനിച്ചത് ബാംഗ്ലൂരിലായിരുന്നു. ഞങ്ങള് ഹൊരമാവ് എന്ന സ്ഥലത്താണ് ഇവിടെ താമസിക്കുന്നത്. നാട്ടില് പറയണമെങ്കിൽ കുറച്ച് പാടാ. പക്ഷെ എന്റെ ഗ്രാൻഡ് ഫാദർ കായംകുളം, മമ്മിയുടെ സ്ഥലം പത്തനാപുരം. പക്ഷെ ഇപ്പം നാട്ടില് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്റെ വൈഫ് തൃശ്ശൂരാ. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ബാംഗ്ലൂർ വന്നിട്ട് ചെറുപ്പം മുതലേ ബാംഗ്ലൂരിലാണ്? ഞാൻ ജനിച്ചതും വളർന്നതും ഇവിടെ തന്നെ. വളർന്നവിടെയാണ്. അപ്പൊ ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഇവിടെ വന്നതാണല്ലേ? അതെ. ഓക്കെ. അപ്പോൾ സാറ് ഇപ്പോൾ ഒരു സുവിശേഷ പ്രവർത്തകനാണോ, പാസ്റ്ററാണോ? ഞാൻ പാസ്റ്ററാണ്. ഓക്കെ. ഏത് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്? ഞങ്ങൾ ആക്ച്വലി ലിവിംഗ് ഹോപ്പ് കമ്മ്യൂണിറ്റി ചർച്ച് എന്ന് പറയും ബാംഗ്ലൂരിൽ. എനിക്ക് ചർച്ചിൽ ഒരു റോളില്ല. ബട്ട് ഞാനൊരു ഓർഡിനൻഡ് പാസ്റ്ററാണ്. ഞാൻ പാസ്റ്ററായിരുന്നു. കാൽക്കട്ടയിൽ ഞാൻ ഒരു മിഷണറി ആയിരുന്നു കുറച്ച് വർഷത്തേക്ക്. അവിടെ ഞാൻ പാസ്റ്ററായിരുന്നു. സോ യാ. സാറ് പഠിച്ചതും വളർന്നും ഒക്കെ എവിടെയാണ്? ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ തന്നെ. ഞാൻ ബാംഗ്ലൂർ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസിലാണ് പഠിച്ചത്. എല്ലാം ഇംഗ്ലീഷായിരുന്നു. ഞങ്ങൾ വളർന്നത് വീട്ടിൽ ഇംഗ്ലീഷും പറഞ്ഞ് അങ്ങനെ വളർന്നത്. അതുകൊണ്ട് മലയാളം ശരിക്കും പറഞ്ഞു തുടങ്ങിയത് കല്യാണം കഴിഞ്ഞിട്ടാ. പഠിച്ചതൊക്കെ ഇവിടെ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ എന്റെ പഠിപ്പ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ. അപ്പോ ഈ പഠനത്തിന് ശേഷം
ഒരു സുവിശേഷകനാകണം എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം എന്താ? അത് ആക്ച്വലി എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ലായിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഞാൻ ജനിച്ചതിന് മുമ്പ് തൊട്ട് പറയേണ്ടി വരും. അല്ലാതെ പറയാം. ഞാൻ ആക്ച്വലി എനിക്കൊരു മൂത്ത ബ്രദറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ ഫാദറിനൊരു പെൺകുട്ടിയെ വേണമെന്നാ പറഞ്ഞത്. ആൻഡ് ഐ വാസ് ബോൺ. സോ മൈ ഡാഡ് ടോൾഡ് മീ ദാറ്റ് വി ഡോണ്ട് വാണ്ട് യു, വി ഡിഡ്ന്റ് വാണ്ട് യു. അപ്പൊ ഞാൻ വളർന്നത് എന്നെ വേണ്ട എന്നുള്ളൊരു ഐ എം നോട്ട് വാണ്ടഡ്, ഐ എം നോട്ട് അക്സെപ്റ്റഡ്, അങ്ങനെ ഒരു ഇതില്. സോ ഐ എക്സെൽഡ് ഇൻ എവറിത്തിങ് ദാറ്റ് ഐ ഡിഡ് ജസ്റ്റ് ടു പ്ലീസ് മൈ ഡാഡ്. ഞാൻ എപ്പോഴും ഐ വാസ് എ ഡിസ്റ്റിങ്ഷൻ സ്റ്റുഡന്റ്, സ്റ്റഡീഡ് വൺ ഓഫ് ദ ടോപ്പ് സ്കൂൾസ് ഇൻ ബാംഗ്ലൂർ. എന്റെ ഫാദർ വാസ് എ ആർമി ഓഫീസർ. അങ്ങനെ സോ വി ഹാഡ് ഗ്രോൺ അപ്പ് വിത്ത് ലോട്ട് ഓഫ് ആർമി ഡിസിപ്ലിൻ ആൻഡ് ഓൾ ദാറ്റ്. എന്റെ മമ്മി ആണെങ്കിൽ ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് എ പാസ്റ്റർ. അപ്പോ ഐ ഗ്രൂ അപ്പ് വിത്ത് എ ബിലീവിംഗ് മദർ, പിന്നെ ഒരു ഏത്തിയസ്റ്റ് ഫാദർ. എന്റെ ഫാദറിന് he didn't believe in any god. അതിന് കാരണമുണ്ട്. he actually had an accident in the Indo-Pak war. ബുള്ളറ്റ് അടിച്ചതാ, അതോടെ he lost his faith and അങ്ങനെ. so we grew up with an atheist father, a believing mother. അങ്ങനെ ഒരു കോൺഫ്ലിക്ട് വീട്ടിലുണ്ടായിരുന്നു. and all this when ഞാൻ വളർന്നു വന്നപ്പോൾ I got into drugs. I was a drug addict. and അങ്ങനെ ഞാൻ 10th സ്റ്റാൻഡേർഡ് എഴുതുന്നത് തന്നെ തോക്കാൻ വേണ്ടി പോയി എഴുതി. ആൻഡ് somehow passed with 36%. അങ്ങനെ പിന്നെ I didn't really have a college life and all that. It was just drugs and eventually jail and police and all of that. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു. and I was finally on the street. and ഞാൻ ഫുട്പാത്തിൽ കിടന്നപ്പോഴാണ് my life actually transformed. സാറ് പറയുന്നത് തൻ്റെ ചെറുപ്പകാലത്ത് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഒരു ആഗ്രഹം ഒരു പെൺകുട്ടി വേണമെന്നായിരുന്നു. അതിന് പകരമായിട്ട് ഒരു ആൺകുട്ടിയാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു തിരസ്കരിക്കപ്പെട്ടവനായി, അവഗണിക്കപ്പെട്ടവനായി വളർന്നു വന്നു. പിതാവ് ഒരു ആർമി ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഒരു പട്ടാള ചിട്ടയിലാണ് വളർന്നത്. അങ്ങനെ വന്നപ്പോൾ പാരൻസുമായിട്ട് അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ഒരു ടച്ച്, നല്ലൊരു ടച്ച് ഇല്ലാതെ ഒരു ഏകനായി വളർന്ന സാഹചര്യത്തിൽ ഒരു ഡ്രഗ്സിന്റെ അഡിക്റ്റ് ആയിട്ട് തീരുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് സാറ് പറഞ്ഞല്ലോ, ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടാണ് വളർന്നു വന്നത്. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഏതൊക്കെ രീതിയിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്തു, പിന്നെ അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ്, മറ്റു കാര്യങ്ങൾ, അന്നുണ്ടായ ഒരു മാനസിക അവസ്ഥ, ഇത്രയും ഡ്രഗ്സിന്റെ അഡിക്റ്റ് ആയ ഒരു വ്യക്തിക്കുണ്ടായ ഒരു മാനസിക അവസ്ഥ, സാറിന്റെ കൂട്ടത്തിൽ മറ്റു കൂട്ടുകാരുണ്ടായിരുന്നു. എന്താണ് അതിന്റെ ഒരു വീട്ടിൽ നിന്നുള്ള തിരസ്കരണമാണ് പ്രധാനപ്പെട്ട കാരണമെങ്കിലും ആ ഒരു ലൈഫിനെ കുറിച്ചൊന്ന് പറയാം. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല അതെടുത്തത്. പക്ഷെ ഞാൻ സ്കൂളിലായിരുന്നപ്പം പല കാര്യങ്ങളും ഞാൻ ചെയ്യും ടു ഗെറ്റ് അറ്റൻഷൻ ഫ്രണ്ട്സിന്റെ അടുത്തു നിന്ന്, എനിക്കൊരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ അവരെനിക്ക് ചാലഞ്ചസ് പോസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഞാൻ 9th പഠിക്കുമ്പോൾ ഒരു ചാലഞ്ച് വാസ് ഇഫ് ഐ കൻ സ്ലീപ്പ് ഇൻ ദ സെമിട്രി, കല്ലറയിൽ ഒരു ദിവസം മുഴുവൻ കിടക്കാൻ പറ്റുമോ. ആൻഡ് ഐ ഡിഡ്. ആൻഡ് ബിക്കോസ് ഐ വാണ്ട് അക്സെപ്റ്റൻസ്. നത്തിങ് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്. പിന്നെ ഒരു another challenge came. Challenge was if I can smoke a cigarette in class when the teacher was there. I did it. And I thought it was cool. But that made me to find acceptance because my friends made me the leader. Yana class il cigarette valichondu I became a leader. And soon I thought it's the cigarette that gave me the acceptance. And soon I moved on, cigarette to alcohol, alcohol to drugs. And I was what we call a mainline drug addict, which means I used to inject drugs. And I still have marks of my injecting drugs. And angana poi, so everything else took a backseat. My studies was not important. Family was not important. Eniki didn't matter. Nothing else mattered. Got into gang fights. Anganana police got caught with the police. And a couple of times in jail. And ഇതെല്ലാം കൂടെ ആയപ്പോൾ my dad couldn't take care of it because he's an army officer. He couldn't handle it. So എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. And actually കേരളത്തിൽ we are a known family. We are a reputed തറവാട്. And all that name was being spoiled. അപ്പൊ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. And I happily walked out. But eventually I landed on the street. And it was on the street, when I was on the street is when I kind of realized what I'm doing is not okay. And that's when
it hit me that my life is almost gone. ഈ ഡ്രഗ്സിന്റെ ഒരു അഡിക്റ്റായി തീർന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അത് മാത്രമല്ല, താൻ ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിൽ, അതായത് അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽ, തറവാട്ടിലെ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് നാണക്കേടായി, നാട്ടുകാർക്ക് നാണക്കേടായി. അവസാനം ഫാദർ പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനല്ലേ? അപ്പം അങ്ങനെ ഒരു സ്ട്രീറ്റിൽ പോയി താമസിച്ച് അവിടെ ജീവിക്കുക. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അപ്പം പിന്നെ എന്നാണ് ഒരു സുവിശേഷനാണോ എന്നുള്ള ചില 3 months ഞാൻ ഫുട്പാത്തിലുണ്ടായിരുന്നു. ആൻഡ് ആ സമയത്ത് ആക്ച്വലി ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടു. ഹി വാസ് ഡൂയിങ് വെരി വെൽ. അപ്പൊ അന്ന് എനിക്ക് തോന്നി, വൈ വാട്ട് ഹാപ്പൻ ടു മീ, എനിക്കെന്താ ഇങ്ങനെ എന്ന്. അപ്പൊ എനിക്ക് ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു പാട്ട് സഡനായിട്ട് എനിക്ക് ഓർമ്മ വന്നു. ആ പാട്ട് ഇതാണ്, ജീസസ് ലവ്സ് മീ ദിസ് ഐ നോ. അപ്പൊ ആ ഒരു പാട്ടാണ് സഡൻലി എന്നെ കൊണ്ടൊരു മേഡ് മീ ടു പ്രേ. ഞാൻ ചോദിച്ചു, ദൈവമേ എന്നെ ഡു യു റിയലി ലവ് മീ? ആൻഡ് എനിക്കറിയാം ദാറ്റ് ഗോഡ് ലവ്സ് മീ ബിക്കോസ് he gave me such a peace at that time. എനിക്കത് ശരിക്കും വാക്കിലോട്ട് ഇടാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് വാസ് സച്ച് an experience. I knew that God, ദൈവം എന്നെ തൊട്ടിട്ടുണ്ടാകുന്നു. So I prayed my second prayer and I said, God, get me out of this mess. And ഞാൻ ആക്ച്വലി ക്വൈറ്റ് എ മെസ്. എനിക്കറിയാം if I have to leave it's going to, എനിക്കത് ഭയങ്കര പാടായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ I prayed. എന്നിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി നടന്നു. ഞാനൊരു പാർക്കിലാണ് കിടന്നത്. എന്നിട്ട് വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ മമ്മി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഡോർ. മമ്മിക്ക് ഞാൻ തിരിച്ചു വരുമെന്ന് അറിയാവുന്ന പോലെ അന്ന് ദൈവം എന്നെ തൊട്ടെന്നുള്ളതിന്റെ എനിക്ക് ഉറപ്പായിട്ടുള്ള കാരണം, ഒന്ന്, എനിക്ക് ഒരു വിത്ഡ്രോൾസും ഉണ്ടായില്ല. വിത്ഡ്രോൾസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡ്രഗ്സ് ഒക്കെ എടുത്തിട്ട് സഡനായിട്ട് വിടുമ്പോൾ നമ്മുടെ ശരീരം അത് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ വിത്ഡ്രോൾസ് നമ്മളെ ഇറ്റ് ക്യാൻ കിൽ അസ്. പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല. ഓവർ നൈറ്റ് എന്റെ ഒരു രാത്രി കൊണ്ട് എല്ലാം മാറി. എനിക്ക് പിന്നെ അത് എടുക്കണമെന്ന് തോന്നിയില്ല, ഒന്നുമില്ല. അങ്ങനെ എനിക്കൊരു മാറ്റം. സോ എനിക്കറിയാവുന്ന ദൈവം എന്നെ തൊട്ടു. രണ്ടാമത്തെന്ന് വെച്ചാൽ മൈ ഫാമിലി കെയിം ബാക്ക് ടുഗെദർ. എന്റെ ഫാദർ ബിക്കെയിം എ ബിലീവർ. വിശ്വാസത്തിൽ വന്നു. പിന്നെ ഒരു മാസമേ ജീവിച്ചുള്ളൂ. ഹി പാസ്ഡ് അവേ. അത് കഴിഞ്ഞ് എന്റെ വെൻ ബാക്ക് ടു കോളേജ്. ഞാൻ കോളേജിൽ പോയി. കോളേജിലെ ടോപ്പ് സ്റ്റുഡന്റ് ആയിരുന്നു. ഇന്ന് എനിക്ക് സിംഗപ്പൂരിൽ നിന്നൊരു മാസ്റ്റേഴ്സ് ഉണ്ട്, സ്വിറ്റ്സർലൻഡിൽ നിന്നൊരു മാസ്റ്റേഴ്സ് ഉണ്ട്. ഐ ഹാവ് എ PhD ഫ്രം അമേരിക്ക. ഒന്നുമല്ല, ഞാൻ ജീവിച്ചിരിക്കുന്ന തന്നെ വലിയ അത്ഭുതം. അപ്പോൾ അങ്ങനെയാണ് ഒരു സുവിശേഷ. പിന്നീട് ഇപ്പോൾ രക്ഷയുടെ അനുഭവത്തിൽ വന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് ഈ സുവിശേഷ വേല ചെയ്യണമെന്നുള്ളൊരു താല്പര്യം വരാൻ. സോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഞാൻ ആക്ച്വലി ഒരു കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഞാനൊരു മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു. ഞാൻ അതിൽ എക്സൽ ചെയ്യുമായിരുന്നു. പക്ഷെ ദൈവം എന്നെ വിളിച്ചു. എന്നിട്ട് അപ്പൊ ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ തീരുമാനിച്ചു. ഈ ബൈബിൾ കോളേജിൽ പോകാൻ തീരുമാനിച്ചതിന്റെ കാരണം തന്നെ എനിക്ക് ദൈവവിളി ഉണ്ടോ എന്നുള്ളൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ബൈബിൾ കോളേജ് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേന് എനിക്ക് ഉറപ്പായി ഞാൻ ചെയ്യാൻ പോകുന്ന മിനിസ്ട്രി ഇതാന്ന് വരെ എനിക്ക് ഉറപ്പായി. ഞാൻ ചെയ്യാൻ പോകുന്ന മിനിസ്ട്രി അഡിക്സിനോടുള്ളൊരു ബന്ധത്തിലുള്ളൊരു മിനിസ്ട്രി ആണെന്നും അങ്ങനെയാണ് എനിക്ക് സുവിശേഷത്തിലേക്കുള്ള ഒരു എൻകറേജ്മെന്റ്. അപ്പൊ ഇപ്പോൾ സാർ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്? ആക്ച്വലി ഞങ്ങളുടെ മെയിൻ വർക്ക് ഇവിടെ അഭയം എന്ന സ്ഥാപനത്തില് മെയിൻ ആയിട്ടുള്ള ഞങ്ങളുടെ വർക്ക്. ഈ അഭയം എന്നുള്ള പേരിടാനുള്ള കാരണം എന്താ? അഭയം എന്നുള്ള പേര്, അഭയം എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. അതിന്റെ അർത്ഥം ഫ്രീഡം എന്നാണ്. അതാണ് മെയിൻ അർത്ഥം. പിന്നെ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജിൽ പല അർത്ഥമുണ്ട്. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ അതിന് ഒരു ലൈക്ക് എ പ്ലേസ് ഓഫ് റെഫ്യൂജ്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ. അപ്പോ കന്നഡയിലാണെങ്കിൽ അതിന് ഭയമില്ല എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ പ്രൈമറി മീനിങ് അതിന്റെ ഫ്രീഡം എന്നാണ്. അപ്പൊ നമ്മള് ദൈവത്തിന്റെ ഫ്രീഡം ഈ ബോണ്ടേജിലുള്ള ഒരാൾക്കാർക്ക് കൊടുക്കാം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അഭയം എന്നുള്ള ഞങ്ങളുടെ പേര്. അപ്പൊ ഞങ്ങളുടെ ലോഗോയിൽ തന്നെ ഒരു ഗ്രീൻ കളർ കാണുന്നത് ലൈഫാണ് അത് കാണിക്കുന്നത്. ആ ബ്ലാക്ക് ഇസ് ദി ഈവിൾ, അതിൽ നിന്ന് ലൈഫ് വരുന്നതാണ്. അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഓൺലി ഗോഡ് ക്യാൻ ഡു ദാറ്റ് എന്നുള്ളത്. അതാണ് ഞങ്ങളുടെ അഭയം എന്ന ഓർഗനൈസേഷന്റെ അർത്ഥം. ഇപ്പൊ ഞങ്ങൾ പ്രൈമറിലി വർക്കിംഗ് വിത്ത് അഡിക്ട്സ് ആണ് ഞങ്ങളുടെ മെയിൻ വർക്ക്. ഓൾ കൈൻഡ്സ് ഓഫ് അഡിക്ട്സ്. അപ്പൊ ഇപ്പം ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിൽ വി ഓൾസോ വർക്ക് വിത്ത് സെക്സ് അഡിക്ട്സ്.
അപ്പം സാറിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് ഇവിടെ താമസിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ സ്ഥാപനം എന്നാണ് ആരംഭിച്ചത്? ഇത് ആരംഭിക്കാനുള്ള ഒരു മോട്ടിവേഷൻ പറഞ്ഞല്ലോ, സാറ് ഈ ഡ്രഗ്സ് അഡിക്റ്റ് ആയിരുന്നു, പക്ഷെ എന്നാലും ഒരാളെ കാണുകയോ അറിയുകയോ ചെയ്ത ഒരു ചിന്താഗതി ഉണ്ടാവുമല്ലോ. എന്നാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്? ആക്ച്വലി ഈ എൻ്റെ ജീവിതത്തിലെ ആ മാറ്റം എല്ലാം കഴിഞ്ഞിട്ട് ദൈവം എന്നെ വിളിക്കുമ്പോൾ ഞാൻ ദൈവമായിട്ട് കുറെ മല്ലിട്ടു. ഞാൻ പറഞ്ഞു നോട്ട് മീ, എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്റെ ബ്രദറിനെ എടുത്തോ, പുള്ളി എഞ്ചിനീയറാ, എന്നെ വിട്ടേര്. പക്ഷെ ഗോഡ് ഹാസ് ഹിസ് വേ. ദൈവത്തിന് എഞ്ചിനീയറിനെ ഒന്നും അല്ല വേണ്ടത്, ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരെ വേണ്ടത്. സോ ഹി വാസ് പർട്ടിക്കുലർ. അങ്ങനെയാണ് ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ 3 വർഷം ഞാൻ ബൈബിൾ കോളേജിൽ പോയി. അതും ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെയാണോ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങാൻ അത് കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് 12 വർഷം എടുത്തു ശരിക്കും ഞങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ പല രീതിയിൽ ഇങ്ങനെ ഒരു വർക്കുമായിട്ട് ഞാൻ ഇൻവോൾവ് ആയിരുന്നു. കുറച്ച് നാൾ ഞാൻ ഹോങ്കോങ്ങിലുണ്ടായിരുന്നു, കുറച്ച് നാൾ കാൽക്കട്ടയിൽ ഞാൻ ഒരു 5 വർഷം മിഷനറി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ മെയിനായിട്ട് എൻ്റെ പ്രവർത്തനം അഡിക്സും ആൽക്കഹോളിക്സും അഡിക്ഷനിലുള്ള ആൾക്കാരുമായിട്ടുള്ള വർക്കായിരുന്നു പ്രൈമറിലി. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും വി ഡിസൈഡ് ഇങ്ങനത്തെ ഒരു പ്രവർത്തനമായിരിക്കും ഞങ്ങൾ ചെയ്യുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ 8 വർഷം വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് അഭയം സ്റ്റാർട്ട് ചെയ്തത്. 2007 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ സാറ് ഈ അഭയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് അഡിക്റ്റ് ആയിരുന്ന സമയത്ത് താൻ അനുഭവിച്ചതായിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദവും അതിൻ്റെ ഒരു കോൺസിക്വൻസസും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഡ്രഗ്സ് അഡിക്റ്റ് ആയിരുന്ന സമയത്ത് സാറ് ഏതൊക്കെ രീതിയിലാണ് മാനസിക സമ്മർദ്ദത്തിൽ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരസ്കരിക്കപ്പെട്ടു എന്നൊരു ചിന്തയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഒരു മാനസിക പ്രശ്നം ഉണ്ടായല്ലോ. ആ മാനസിക പ്രശ്നത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത് അല്ലേ? അതെ. അത് ഒന്ന് പറയാം, എന്തൊക്കെ ഒരു ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മാനസിക നില എന്തൊക്കെയാണ്? ആക്ച്വലി ആ സമയത്ത് അങ്ങനെ ഒന്നും ഒരു ചിന്തയില്ല. ഒറ്റ ചിന്തയുള്ളൂ, എങ്ങനെ എനിക്ക് എന്റെ അടുത്ത ഡോസ് എവിടെ നിന്ന് കിട്ടും, അതിനുവേണ്ടി എന്തും ചെയ്യും, കൊല്ലാൻ വരെ റെഡിയാ. അതല്ലാണ്ട് വേറെ ഒരു ചിന്തയില്ല, ഒന്നിനെ കുറിച്ചോ ആലോചിക്കത്തില്ല, ജീവിതത്തിൽ ഒരർത്ഥമില്ല. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതം. അപ്പൊ അതിനൊരു ഉദ്ദേശമോ കഴിക്കുന്ന എന്തുവാന്നോ എവിടാ കിടക്കുന്നതെന്നോ ആരാ നമ്മുടെ ബന്ധു ഒന്നിനും ഫ്രണ്ട്സോ ഒന്നിനെ കുറിച്ചും ഒരു ചിന്തയില്ല. അങ്ങനത്തെ ഒരു ജീവിതമാണ് നമ്മുടെ ഈ ഡ്രഗ്സ് ലൈഫിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വിവാഹം കഴിച്ച ശേഷം പിന്നെ 8 വർഷം കഴിഞ്ഞു. പിന്നീട് ഇങ്ങനൊരു സ്ഥാപനം ആരംഭിക്കാനുള്ളൊരു ചിന്താഗതി ഉണ്ട്. ഇതെങ്ങനെ ഈ സ്ഥാപനം ആരംഭിച്ചത്? ഞങ്ങൾ ആക്ച്വലി കാൽക്കട്ടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടുന്ന് ദൈവം ഞങ്ങളെ തിരിച്ച് ബാംഗ്ലൂർ വരാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം കാൽക്കട്ട ഒരു ഡിഫിക്കൽട്ട് സ്ഥലമാണ്. അപ്പൊ അവിടെ ഞങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് വിട്ടിട്ട് വരുവാണോ, ഇനിയും കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരുവാണോ, നമ്മുടെ സ്ഥലത്തേക്ക് തിരിച്ചു വരുവാണോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. സോ അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓൾമോസ്റ്റ് 1 വർഷം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിട്ടാണ് തീരുമാനമെടുത്തത്. വരുമ്പം ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഈ കാണുന്നതെല്ലാം ഈ സെറ്റപ്പും എല്ലാം ഡൊണേഷനായിട്ട് വന്നത് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലാതെ ഞങ്ങൾ തുടങ്ങിയതാ. ആകെ ഉള്ളത് ഇത് ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പ് ദൈവത്തിനടുത്ത് നിന്നുണ്ടെന്ന് മാത്രം. അപ്പൊ ഇതിങ്ങനെ ആരംഭിച്ചപ്പോ ഇതിന്റെ അകത്ത് ആദ്യമായിട്ട് വന്ന ആളെ ആരാന്ന് ഓർമ്മയുണ്ടോ? ഞങ്ങൾ ആക്ച്വലി ഇപ്പം തുടങ്ങിയിട്ട് ഇതിപ്പോ ഞങ്ങളുടെ 18ാമത്തെ വർഷമാണ്. ഈ 18 വർഷത്തിൽ ഓൾമോസ്റ്റ് 900 ആൾക്കാർ വന്നുപോയി. പക്ഷെ ആദ്യം വന്ന ആളായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട്. പുള്ളി വന്നു, പുള്ളി പലയിടത്തും ഈ വലിച്ചിട്ട് കളയുന്ന ഈ തുണ്ടുപിടി എന്ന് പറയത്തില്ല, അതെടുത്ത് എങ്ങനെയൊക്കെയോ കത്തിച്ച് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കൂടെ പുള്ളി 6 മാസത്തിൽ കൂടുതൽ നിന്നു. ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടാ പോയത് തിരിച്ച്. അപ്പൊ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായിരുന്ന ആള് ആദ്യം വന്ന ആളാ. അപ്പൊ ഞങ്ങളുടെ ആദ്യം വന്ന ആളും ഞങ്ങളുടെ ആദ്യത്തെ ഡൊണേഷൻ കിട്ടിയ ബെഡും ആദ്യമായിട്ട് വന്ന സ്റ്റാഫും എല്ലാം ഒരു ദിവസമായിരുന്നു. അപ്പം ഏതാണ്ട് 900-ലധികം ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ ഈ സാറും അദ്ദേഹത്തിന്റെ ടീമിന്റെ നേതൃത്വത്തിൽ നന്നാക്കി
അതായത് അവരുടെ ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് അവരുടെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ്, ഏതൊക്കെ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്, ഏതൊക്കെ ഡ്രഗ്സ് എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പറയാമോ? അത് എല്ലാ ഡ്രഗ്സും ഉണ്ട്, എല്ലാ ടൈപ്സ്. ആൽക്കഹോൾ ഉണ്ട്, പൊതുവെ നമുക്ക് അറിയത്തില്ലോ എന്തൊക്കെ ഡ്രഗ്സുകളാണ്. ആൽക്കഹോൾ ഉണ്ട്, പിന്നെ സ്മോക്കിംഗ് അഡിക്ട്സ് ഉണ്ട്, പിന്നെ ഈ ഡ്രഗ്സ് തന്നെ പല ടൈപ്സ് ഉണ്ട്. ഇപ്പൊ പലയിടത്തു നിന്ന് വരുന്നവർക്ക്, ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ അവരുടെ അടുത്തുള്ളതും കൂടുതലും ഈ ടാബ്ലറ്റ് അഡിക്ട്സ് ആണ്. അവർ പിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് അവിടെ ഒരു സൺഫ്ലവർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം അവിടെ. ഈ സൗത്ത് ഇന്ത്യ എന്ന് വരുവാണെങ്കിൽ മെത്ത് ആണ് പ്രോബ്ലം, MDMA നമ്മളിപ്പോ പറയും. ഇപ്പൊ കേരളത്തിൽ അത് എല്ലാവർക്കും അറിയാം അതിനെ കുറിച്ച്. അതാണ് ഇവിടത്തെ പ്രോബ്ലം. പിന്നെ കൊക്കൈനും ഹെറോയിനും ആണ് ജനറലി ഇന്ത്യയിലെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പ്രോബ്ലം. ഇത് കൂടാതെ ഗാഞ്ച എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രാസ് എന്ന് പറയും, അല്ലെങ്കിൽ മരുവാന, അതും കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ് കൂടുതൽ ആൾക്കാർ എടുക്കുന്നത്. ഡ്രഗ്സ് കൂടുതലും ചെറുപ്പക്കാരാ, പ്രായമുള്ളവരാകുമ്പോൾ കൂടുതലും മദ്യവാ, ആൽക്കഹോളാ. പിന്നെ ഇത് കൂടാതെ ഈ മിക്സ് ചെയ്ത് പല രീതിയിലുള്ള ചെയ്യുന്ന ടൈപ്പ്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പല ടൈപ്പിലുള്ള ആൾക്കാർ. അപ്പൊ നമുക്ക് തന്നെ ചിലതൊക്കെ പഠിക്കേണ്ടി വരും, കാരണം ഇത് നമുക്ക് പുതിയതാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടോ, ചിലത് നമ്മൾ ഇങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടും ഇരിക്കണം. പിന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്നും പലയിടത്തു നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥാപനത്തിന് ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് 18 വർഷമായിട്ട് ഈ സ്ഥാപനം ഇവിടെ റൺ ചെയ്യുക. ഈ 18 വർഷം കൊണ്ട് ഏതാണ്ട് 900-ലധികം ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവര് ഈ സാറും സാറിന്റെ വൈഫ് ഇവരെല്ലാം കൂടെ ടീം അവരെ നോക്കുകയും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്ത് അവരെ അവരുടെ കുടുംബത്തിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് എങ്ങനെയാണ്? ഒരാൾ ഇവിടെ വന്നാൽ എത്ര നാൾ നിൽക്കണം, അവരുടെ ഫീസ് എന്താണ്, ഏതൊക്കെ മെത്തേഡിലാണ് അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അതൊന്ന് പറയാമോ? ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ 2 കണ്ടീഷനുണ്ട് ആൾക്കാർ വരുന്നതിന്. ഒന്ന്, വരുന്ന ആള് വില്ലിങ് ആയിരിക്കണം. വരുന്ന ആള് വില്ലിങ് അല്ലെങ്കിൽ ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കത്തില്ല. രണ്ടാമത്തത് 6 മാസം ഞങ്ങളുടെ കൂടെ കമ്പൽസറി ആയിട്ട് നിൽക്കണം. ഈ 6 മാസം നിൽക്കുന്നതിന്റെ കാരണം ഞാൻ പറയാം. ഈ വിഡ്രോൾസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ വിഡ്രോൾസ് ഒരാളുടെ ശരീരത്തിൽ 3 മാസം എടുക്കും അത് ഫുള്ളായിട്ട് മാറിപ്പോവാൻ. അപ്പൊ ഈ 3 മാസത്തിന് ആദ്യത്തെ ഈ 3 മാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ടാമത്തെ 3 മാസം. അത് ഈ ശരീരത്തിന് ഒരു പുതിയ രീതി ചെയ്തു കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ 6 മാസം കമ്പൽസറി ആയിട്ട് വേണ്ടത്. പലരും റീഹാബിലിറ്റേഷൻ നടത്തുമ്പോൾ 3 മാസത്തെ പ്രോഗ്രാം നടത്തുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ 3 മാസം കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും, പിന്നെ തിരിച്ചവർ വരുന്നു. കാരണം അവർക്ക് അത് കാശ് ഉണ്ടാക്കാനുള്ള ഒരു ഉദ്ദേശമാണ്. ഞങ്ങൾ ചാർജ് ചെയ്യത്തില്ല, ഞങ്ങളുടെ ഫുൾ സർവീസ് ഫ്രീ ആ, കംപ്ലീറ്റ്ലി ഫ്രീ, ഒരു ചാർജും ഇല്ല. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നതിന്റെ കാരണം ഇതുകൊണ്ടാണ്. കാരണം ഒരാൾ ഇവിടെ വന്നാൽ തിരിച്ച് ജീവിതത്തിൽ ഒരിക്കലും റീഹാബിൽ പോകാൻ പാടില്ല, അവരുടെ ജീവിതം ശരിക്കും മാറണം എന്നുള്ള രീതിയാണ്. പിന്നെ ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കും, ദൈവമാണ് നടത്തുന്നത്, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇപ്പം ഞങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും, നിങ്ങളുടെ മകനോ മകളോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇങ്ങനെ ഈ ഡ്രഗ്സിന്റെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ സാറിനെ കോണ്ടാക്ട് ചെയ്യാം. അവരിവിടെ വന്നാൽ ഏറ്റവും കുറഞ്ഞത് 6 മാസം അവരിവിടെ താമസിക്കണം. അത് കമ്പൽസറിയാണ്. 6 മാസം മുമ്പ് അവരെ പറഞ്ഞു വിടില്ല. അതിന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഒരു 3 മാസമെങ്കിലും എടുക്കും ഈ ശരീരത്തിൽ കയറിയിട്ടുള്ള ഈ വിഷാംശം, അതായത് ഇത് പുറത്തേക്ക് പോകാനായിട്ട് അത് എടുക്കും. അതുമാത്രമല്ല, ഇത് മുഴുവൻ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ആത്മീയ ഫീൽഡാണ് ഇതിൻ്റെ അകത്ത്. മറ്റു കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നില്ല. ഇനി 1 രൂപ പോലും ഫീസ് ഈടാക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ദൈവം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലേ സാറേ? അല്ലാതെ ഡൊണേഷൻ കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്, വേറെ ഒന്നുമില്ല. അല്ലാതെ ഒരു പിന്നെ നിർബന്ധിതമായിട്ട് ഇത്ര രൂപ ഇവിടെ അടയ്ക്കണം എന്നൊന്നുമില്ല. അപ്പം ഞങ്ങളെ കേൾക്കുന്ന ഈ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കേട്ടതിന് ശേഷം ഇത് നിങ്ങൾ പലരുടെ പ്രയോജനത്തിനായിട്ട് ഷെയർ ചെയ്ത് വിടണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവിടുത്തെ മറ്റ് രീതികളൊക്കെ എന്തൊക്കെയാണ്? ഭക്ഷണ ക്രമീകരണങ്ങൾ, രാവിലെ എഴുന്നേൽക്കുന്നത്, ഇവരൊരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഓർഡർ ഉണ്ടോ? ഇവരുമായിട്ട് കളിക്കാൻ പോവുമോ അല്ലെങ്കിൽ ഇവരെ മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമോ? ഞാൻ ഈ റീസെൻ്റിൽ ഒരു വീഡിയോ കണ്ടു, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടുന്നതായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ട്.
അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റികളാണ്? ഇപ്പോൾ ഒരാൾ ഇവിടെ വന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അവന് ഏത് രീതിയിലാണ് അവർക്കുള്ള ക്രമീകരണങ്ങൾ? ഇവിടെ ചില കാര്യങ്ങൾ കമ്പൽസറിയാ. ഒന്നാമത് ഗിറ്റാർ. ഇവിടെ വരുന്ന എല്ലാവരും ഗിറ്റാർ വായിക്കാൻ പഠിക്കും, കമ്പൽസറിയാണ്. രണ്ടാമത്തെ ഫുട്ബോൾ. ഇപ്പൊ ഞങ്ങളുടെ റൂൾ എന്ന് വെച്ചാൽ നടക്കാൻ പറ്റുമെങ്കിൽ കളിക്കണം. കളിച്ചിട്ടുണ്ടോ, മുമ്പേ കളിച്ചിട്ടുണ്ടോ, കളിക്കാൻ അറിയോ, അതൊന്നും ഞങ്ങൾ ചോദിക്കുന്നത്. കളിക്കണം, കമ്പൽസറി ആയിട്ട് കളിക്കണം. പിന്നെ മൂന്നാമത്തത് കുക്കിംഗ്. എല്ലാരും കുക്കിംഗ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഈ 3 കാര്യം കമ്പൽസറിയാണ്. പിന്നെ സൺഡേ ഞങ്ങൾ ചേർച്ചിൽ പോകും. ചേർച്ചിൽ പോകുമ്പോൾ എല്ലാരും ഞങ്ങളുടെ കൂടെ വരണം. ഞങ്ങൾ വേറൊരു ചേർച്ചിലാണ് പോകുന്നത്. ഞാൻ പാസ്റ്റർ ആണെങ്കിലും ഞങ്ങൾ വേറൊരു ചേർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടുത്തെ പാസ്റ്ററൽ ടീമിലുണ്ട്. ഞങ്ങള് ചേർച്ചിൽ പോയി സൺഡേ അവിടുത്തെ ചേർച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇതാണ് ഞങ്ങളുടെ രീതി. അതായത് ഇവിടെ തന്നെ ഈ വീടിനകത്ത് തന്നെ ഇരിക്കുകയല്ല, ഇവരെ കൊണ്ട് കളിക്കാൻ പോകും, പാട്ട് പാടാൻ പോകും, അതുപോലെ ചർച്ചിൽ പോകും, അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യും. പിന്നെ ഇവരുടെ ആഴ്ചയിൽ എന്തെങ്കിലും ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇവരിൽ നിന്ന് ഈ ഡ്രഗ്സ് അഡിക്ഷനിൽ ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഉപദേശങ്ങളോ ക്ലാസ്സുകളോ ഒക്കെ കൊടുക്കണമല്ലോ, അതെങ്ങനെയാണ്? ഞങ്ങൾ ആക്ച്വലി ഇത് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേക്കുന്ന കുറച്ച് ലേറ്റ് ആയിട്ടാണ്. 7:30 എഴുന്നേക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഫുൾ ടൈറ്റ് ഷെഡ്യൂള്. ഞങ്ങൾ ആക്ച്വലി ത്രൂ ദ ഡേ ഒരു വർക്ക് തെറപ്പി പ്രോഗ്രാം എന്ന് പറയും. അപ്പൊ ഞങ്ങള് പല കാര്യങ്ങൾ, ഹാൻഡ് മെയ്ഡ് കാര്യങ്ങൾ അവർ ചെയ്യും. അത് ചെയ്യുന്നതിന്റെ കാരണം പലർക്ക് ഇവർക്ക് ഡിസിപ്ലിൻ ആയിട്ട് ഇല്ലാത്ത കൊണ്ട് ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വർക്ക് തെറപ്പി പ്രോഗ്രാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ മെയിൻ പ്രോഗ്രാം, വർക്ക് തെറപ്പി പ്രോഗ്രാം എന്ന് പറയും. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം, ഫുട്ബോളും അതിന്റെ ഒരു ഭാഗമാണ്, ഗിറ്റാർ അതിന്റെ ഒരു ഭാഗമാണ്. അപ്പോ ഇതിലെല്ലാം കൂടെ നമ്മൾ ഇവരെ ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾ ചിന്തിക്കുക, എന്നാൽ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തേക്കാം, അവരുടെ വീട്ടിൽ ഒരാളുണ്ടെങ്കിൽ ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരാളുണ്ടെങ്കിൽ സാറിനെ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് ഈ നമ്പർ കൊടുക്കാനായിട്ട് സാധിക്കുമോ? എങ്ങനെയാണ് അതിന്റെ നമ്പർ കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ആളുകൾ വിളിച്ചാൽ ഫോൺ എടുക്കും, സംസാരിക്കുകയും അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ? ഇനി എന്താണ് സാറിൻ്റെ ഇപ്പോൾ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഈ സ്ഥാപനം ഞാൻ നോക്കിയിട്ട് അധികം ഏരിയകളൊന്നും ഇവിടെ കാണുന്നില്ല, വളരെ കുറച്ച് ഏരിയയേ ഉള്ളൂ. ഇനി എന്താണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങളുടെ ആഗ്രഹം ഇതാണ്. ഇത് ആക്ച്വലി ഞങ്ങൾക്ക് ഒരു 20 ബെഡഡ് ഫെസിലിറ്റി ആണ് ഇപ്പൊ ഇവിടെ. ഇതല്ലാതെ ഞങ്ങൾക്ക് ഒരു 5 ബെഡഡ് ലേഡീസ് ഹോം ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരു വലിയ ഫെസിലിറ്റി ആക്കണം. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് 8 പേര് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഞങ്ങളുടെ റിസോഴ്സസ് ഇല്ല, ഫൈനാൻസ് ഇല്ല, സ്ഥലമില്ല. അപ്പൊ ഞങ്ങളുടെ ഡ്രീം ഒരു വലിയൊരു സ്ഥലം, ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4-5 ഏക്കർ ആയിട്ടുള്ള ഒരു സ്ഥലം, സിറ്റിയിൽ നിന്ന് ഒത്തിരി ദൂരം ആവാതെ ഒരു സ്ഥലം കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റി അവിടെ തന്നെ ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് ഇതുപോലെയുള്ള ബില്ലിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വലിയ പാടാണ്. കാരണം എന്താ വെച്ചാല് ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളോട് താമസിക്കുക, അവരെയും കൊണ്ട് ഒരു പ്രോഗ്രാമിന് പോവുക, അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഇതൊരു സാധാരണ വ്യക്തികളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അപ്പൊ ചില ആളുകൾക്ക് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടാലന്റ് ദൈവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഇന്ത്യയിലും ഒക്കെ ഉള്ള ആളുകൾ ഈ സാറിനെ വിളിക്കണം. നിങ്ങൾ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിലുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാജു ബ്രദറെ ഞങ്ങൾക്ക് സഹായിക്കണം താല്പര്യമുണ്ട്, പക്ഷേ നല്ല അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും ഒരു ഫിനാൻഷ്യൽ സഹായം ചെയ്യാത്തതെന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ആളുകളെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം, അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു 3-4 ഏക്കർ സ്ഥലം ഈ ബാംഗ്ലൂർ ടൗണിൽ നിന്ന് വിട്ട് ഒരു സ്ഥലം മേടിച്ച് അവിടെ ഒരു നല്ലൊരു ആശ്രമം പോലെ പണിത് അതിൻ്റെ അകത്ത് നല്ല പച്ചപ്പ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു ആത്മീകപരമായ ഒരു അന്തരീക്ഷം, പ്രാർത്ഥന, ഉപവാസം, അതുപോലെ നമ്മുടെ കേരളത്തിലൊക്കെ എത്രയോ ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥ. അതുമാത്രം എല്ലാ മേഖലകളും ഇത് സുലഭമാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ഇതുപോലെയുള്ള ഡ്രഗ്സുകളെല്ലാം. സാർ അങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട്, ഇത് എല്ലാ ഡ്രഗ്സും വരുന്നത് ഈ ബാംഗ്ലൂരിൽ നിന്നാണ് ഒരു ഇതുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാൻ? അത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, പക്ഷെ പോസിബിലിറ്റീസാണ്. കാരണം കൂടുതലും
സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്ന നാട്ടിൽ നിന്ന് വരുന്ന ബാംഗ്ലൂരിലോട്ടാണ്. അപ്പൊ ഇവിടുന്ന് അത് അവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ എളുപ്പമാണ്. പിന്നെ ക്രോസ് ബോർഡർ എളുപ്പമാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു ഡ്രഗ് അഡിക്റ്റിന് അവർക്ക് സാധനം കിട്ടണമെങ്കിൽ അവരത് എങ്ങനെയായാലും കിട്ടും. അപ്പൊ ബാംഗ്ലൂർ അതിന്റെ ഒരു ഹബ്ബാണ്. ഇനി അത് മാത്രമല്ല, ഒരു പഠിക്കാൻ പറ്റ ഒരു വിദ്യാർത്ഥിനെ, ആ വിദ്യാർത്ഥി ഡ്രഗ്സ് അഡിക്റ്റ് ആകുമ്പോൾ അവന്റെ അപ്പൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, സമൂഹത്തിൽ അവർക്കുണ്ടാകുന്ന നാണക്കേട്, ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഒരു കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ 3 പേരെ 4 പേരെയൊക്കെ വെട്ടിക്കൊന്നിട്ട് ആത്മഹത്യ ചെയ്ത പിള്ളേരുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാരണം ഈ പ്രധാനമായിട്ട് ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം ബിൽഡപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഡ്രഗ്സ് അഡിക്റ്റിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ പോകാതിരിക്കുക, അതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ കണ്ടെത്തി, ഇതിന് അടിമകളായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സാറിനെ പോലുള്ള ആളുകളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെ നല്ലൊരു സ്ഥാപനം, ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു, ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളൊരു 1-2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ ബാംഗ്ലൂരിൽ ഈ സാറിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കണം, നല്ലൊരു സ്ഥാപനം ഞങ്ങൾ പണിത് ഉയർത്തി, 1000 പേര് ഇപ്പോൾ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ 2000 പേരുണ്ട്, അവർ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് കേൾക്കാനായിട്ട് കഴിയണം. നമ്മളെ കൊണ്ട് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തുകയും കഴിയുമെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് ഇവിടെ അല്ലേ, ഇപ്പം പല ആളുകളും ഇപ്പം നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഇന്ത്യയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബാംഗ്ലൂർ വന്ന് ഈ സ്ഥാപനമൊക്കെ ഒന്ന് കാണാം. ഇവിടെ വന്ന് ഈ സാറുമായിട്ടൊന്ന് കണ്ട് ഇവിടെ ഒന്ന് ഒരു ചായ കുടിച്ച് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സാമൂഹിക പ്രവർത്തനമായിരിക്കും അത് എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ നമ്പറൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു രീതിയിലും ബന്ധപ്പെടുത്തണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്, സാറ് നേരിട്ട് കൊടുക്കുക, നേരിട്ട് വിളിക്കുക എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും സാറിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ടുണ്ടോ? ആവശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ള ലാസ്റ്റായിട്ട് ഇതാണ്, സ്പെഷ്യലി യങ് പീപ്പിൾ, ചിലപ്പോൾ അതൊരു കൂളായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ചേർന്ന് നമ്മൾ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ, പക്ഷെ ഒരു പ്രാവശ്യം അത് ചെയ്തു കഴിഞ്ഞാൽ യു ബിക്കം എൻ അഡിക്റ്റ്. സോ എൻ്റെ ചാലഞ്ചസ് ഡോണ്ട് ടച്ച്, ഒരിക്കൽ പോലും അത് തുടരുത്. യു ആർ ആക്ച്വലി മോർ കൂൾ ബൈ നോട്ട് ഡൂയിങ് ഇറ്റ്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും നിങ്ങൾ കഴിയുന്നിടത്തോളം ഈ സാറിനെയൊക്കെ വിളിക്കുകയും ഒക്കെ ചെയ്യണം. കഴിയുന്ന ഹെൽപ്പുകൾ നിങ്ങൾ ചെയ്യണം. ഈ ബാംഗ്ലൂരിൽ ഇത്രയും ചെറിയ അധികം സ്ഥലമില്ല, ഇതൊക്കെ ഒരു വലിയ സ്ഥാപനമായി വളർന്നു വരണം. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ സാറിനെ വിളിക്കാനായിട്ട് നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കണം. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വരുമ്പോൾ ഇവിടെ ഈ ബാംഗ്ലൂർ വന്ന് ഈ സ്ഥാപനമൊക്കെ ഒന്ന് കാണാനായിട്ട് നിങ്ങളൊന്ന് തയ്യാറാകണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ചുരുങ്ങിയൊരു ആയുസ്സേ നമുക്കുള്ളൂ. ആ ആയുസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇതൊരു സുവിശേഷ വേലയുടെ ഒരു ഭാഗമാണ്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഗോസ്പൽ വർക്ക്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ നിങ്ങളോട് പറയാനായിട്ടുള്ളത്.